വെളിപ്പാട് പുതിയ നിയമ പുസ്തകങ്ങളിൽ ഒടുവിലത്തെ പുസ്തകമാണ്. വെളിപ്പാട് പുതിയ നിയമ പുസ്തകങ്ങളിൽ ഒടുവിലത്തെ പുസ്തകമാണ്. വെളിപ്പാട് പുതിയ നിയമ പുസ്തകങ്ങളിൽ പുസ്തകമാണ്. തികച്ചും അസാധാരണമായ ഒരു പുസ്തകമാണ്. തികച്ചും അസാധാരണമായ ഒരു പുസ്തകമാണ്. ഇത് ഒരു സമയം അത് ഒരു വെളിപ്പാടും, ഇത് ഒരു സമയം അത് ഒരു വെളിപ്പാടും 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ. പ്രവചനവും 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 33-ാമത്തെ വാക്യം വരെ. 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 33-ാമത്തെ വാക്യം വരെ. 7-ാമത്തെ അധ്യായം അതിൻ്റെ 10, 18, 19 വാക്യം. 7-ാമത്തെ അധ്യായം 10, 18, 19 വാക്യം. ഈ പുസ്തകം ഏഴുകളുടെ പുസ്തകമെന്ന് ഏഴുകളുടെ പുസ്തകമെന്ന് വിളിക്കപ്പെടുന്നു. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എനിക്ക് ക്ലിയർ അല്ല. ക്ലിയർ ആണോ അവിടെ എല്ലാവർക്കും? ഇല്ല. ഇപ്പോഴോ? ആണ്. ഇപ്പോഴോ? കുഴപ്പമില്ലോ. ഓക്കെ. ഈ പുസ്തകം ഏഴുകളുടെ പുസ്തകമെന്ന് അറിയപ്പെടുന്നു. 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3, 22. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം എന്താ? ഈ ഏഴുകളുടെ പുസ്തകം അല്ലെങ്കിൽ ഏടുകളുടെ പുസ്തകം എന്ന് പറയപ്പെടുന്നത്. ഏഴെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? നമ്മൾ പഠിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ. ഏഴെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു സംഖ്യയാണ് 7 എന്ന് പറയുന്നത്. പൂർണ്ണമായ ഒരു സംഖ്യ. ഇപ്പോൾ ഒരു വിവാഹത്തിന് പോകുമ്പോൾ, ആലോചിക്കാൻ പോകുമ്പോൾ 7 പേര് പോകുന്ന ഒരു കണക്കുണ്ട്. സ്തോത്രം. അതുപോലെ ഇങ്ങനെയുള്ള കാർമ്മികമായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എല്ലാം 7 പേര് അടങ്ങുന്ന ഒരു സംഗമം കൂടുന്ന ഒരു പ്രവണത നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ പുസ്തകത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് എല്ലാത്തിലും 7, 7, 7. 1, 7 നിലവിളക്ക്. 7 നിലവിളക്ക് നമ്മൾ പഠിച്ച കാര്യമാണ്. 7 നിലവിളക്ക്. ഇത് ആരെങ്കിലും ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് എഴുതുക. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. 7 നിലവിളക്കുകൾ, 7 ക്രോധകലശം, 7 ദൂതന്മാർ, 7 സഭകൾ, 7 നിലവിളക്കുകൾ, 7 ദൂതന്മാർ, 7 സഭകൾ, 7
7 നക്ഷത്രങ്ങൾ, 7 ക്രോധകലശം, 7 യാഗങ്ങൾ, ഇതെല്ലാം 7 തുടങ്ങുന്നതാണ്. എല്ലാം 7ആണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ എല്ലാം 7 7 7 7. നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രധാന ഭാഗവും 7 സഭകളാണ്. അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്നതെല്ലാം. പ്രൈസ് ദി ലോർഡ്. അടുത്ത് ഒന്ന് അതിൻ്റെ ഉള്ളടക്കം വെളിപ്പാടും അതിൻ്റെ സന്ദേശം പ്രവചനവും ആർക്ക് എഴുതിയിരിക്കുന്നുവോ അവർക്ക് ഇത് ലേഖനമാണ്. ഇതിൽ പല പണ്ഡിതന്മാർ പറഞ്ഞത് മാത്രമല്ല, പല അധ്യാപകന്മാർ പഠിപ്പിക്കുമ്പോഴും ചെറിയൊരു ലേഖനം പോലെയൊക്കെ ഈ പുസ്തകത്തെ ചിത്രീകരിക്കുന്നു. ഇത് ഒരു മനുഷ്യൻ കാണുന്നൊരു വെളിപ്പാടാണ്. ഒറ്റ മനുഷ്യൻ കാണുന്നൊരു വെളിപ്പാടാണ് ഈ പുസ്തകത്തിൻ്റെ ആഴം. ഒറ്റ ഒരാൾ, സ്തോത്രം. ആ ആൾ തന്നെ വെളിപ്പാടും കാണുന്നു, ആ ആൾ തന്നെ ഈ പുസ്തകം എഴുതുന്നു, ആ ആൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കാണോ എഴുതുന്നത് അവർക്ക് ഇത് ഒരു ലേഖനമാണെന്നാണ് വേദപണ്ഡിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഒന്നാം അധ്യായത്തിൽ 5 പ്രധാന വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 5 പ്രധാന വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒന്ന്, അത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാകുന്നു. ഒന്നിൻ്റെ ഒന്ന്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാകുന്നു. ഒന്നിൻ്റെ ഒന്ന്. ആ അധ്യായം 1 എടുത്ത് വായിക്കാമോ? 1:1 യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാകുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. കണ്ടോ? അധ്യായം വായിച്ചപ്പോൾ കണ്ടോ? ഇത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി യോഹന്നാനിൽ കൂടെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് നമുക്കിവിടെ കാണുന്നു. 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ആ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അതോട് ചേർന്ന് തന്നെ വെളിപ്പാട് പുസ്തകം 22:6 യോഹന്നാൻ
സുവിശേഷം 17:7-8, യോഹന്നാൻ 17:7-8, യോഹന്നാൻ 8:26, 8:26, 14:10, 14:10, 22, വെളിപ്പാട് 22:16. വെളിപ്പാട് 22:16. ഇത്രയുമാണ്. അപ്പം നമുക്ക് ഒന്ന് ഇതിനെ ഉറപ്പിക്കാം. ഇത് ആര് മുഖാന്തരമാണ് ഈ ദർശനം കിട്ടിയെന്നറിയാമോ? സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ആമേൻ. ഇവിടെ സംഭവിക്കാനുള്ളതിനെക്കുറിച്ച് തൻ്റെ ദാസന് കാണിച്ചു കൊടുത്തു. വേറെ ആർക്കുമല്ല, തൻ്റെ ദാസന്. സ്തോത്രം. ഒരു ഉപമ കൂടെ ഞാൻ പറയാം ഇതോട് ചേർന്ന്. ഇപ്പോൾ ഒരു പിതാവിന് ഒരു മാതാവിന് 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും 2 ടേസ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരാളിന് രാവിലെ കാപ്പിക്ക് പുട്ടാണെങ്കിൽ, നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അതേ മാവിൽ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാം അല്ലേ? ഒരാൾ പറയുന്നത് പുട്ട് മാത്രം മതി, അടുത്താൾ പറയുന്നത് വേണ്ട എനിക്ക് ഇടിയപ്പം മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അതേ മാവിൽ തന്നെ എന്ത് ചെയ്യാം? ഇടിയപ്പവും ഉണ്ടാക്കാം. അതുപോലെ തൻ്റെ ദാസനായിരിക്കുന്ന യോഹന്നാന് മാത്രം വെളിപ്പെടുത്തി കൊടുത്ത ഒരു പുസ്തകമാണ്, വേറെ ആർക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ഈ പുസ്തകത്തിൽ കൂടി ചേർന്നൊരു കാര്യം പറയാം. ചില കഷ്ടതകളും ചില നാടുകടത്തലുകളും ചിലരൊക്കെ നമ്മെ മാറ്റി നിർത്തുന്നതിനൊരു കാര്യമുണ്ട്. പുതിയൊരു വെളിപ്പാടായിട്ട് നിന്നെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയാ ചില ദിവസങ്ങൾ മാറ്റി ദൈവം ഇരുത്തുന്നത്. ചിലപ്പോൾ ചില മാസങ്ങൾ, ചില ദിവസങ്ങൾ, ആഴ്ചകൾ മാറ്റിയിരുത്തേണ്ട ഒരു കാര്യം. ദൈവത്തിന് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒരു വലിയൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ 1-ാമത്തെ ഭാഗം നമ്മൾ എഴുതി. അത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാകുന്നു. 2, ഈ വെളിപ്പാട് ക്രിസ്തുവും ദൂതന്മാരും ദർശനങ്ങളിലൂടെ ഗ്രന്ഥകർത്താവിന് കാണിച്ചു കൊടുക്കുന്നതാണ്. ഗ്രന്ഥകർത്താവിന് കാണിച്ചു കൊടുക്കുന്നതാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും, 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും. 3, ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാൻ ആണ് ഈ വെളിപ്പാട് കണ്ടത്. ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാനാണ് ഈ വെളിപ്പാട് കണ്ടത്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും 22-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും 22-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും. 4, പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടിരുന്ന കാലത്ത് ഈ വെളിപ്പാട് യോഹന്നാന് ലഭിച്ചു. പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടിരുന്ന കാലത്ത്
ഈ വെളിപ്പാട് യോഹന്നാന് ലഭിച്ചു. ബ്രാക്കറ്റിൽ എഫെസോസിന് 50 മൈൽ തെക്ക് പടിഞ്ഞാറുള്ള എഫെസോസിന് 50 മൈൽ തെക്ക് പടിഞ്ഞാറുള്ള ദ്വീപാണ് പത്മോസ്. ദ്വീപാണ് പത്മോസ്. പത്മോസ് ദൈവത്തിൻ്റെ വചനവും യോഹന്നാൻ്റെ സ്വന്തം സാക്ഷ്യവും, ദൈവത്തിൻ്റെ വചനവും യോഹന്നാൻ്റെ സ്വന്തം സാക്ഷ്യവും നിമിത്തം അവൻ നടത്തപ്പെട്ടിരുന്നു. 1:9. 5. ആർസിയിലെ 7 സഭകൾക്കാണ് ഈ പുസ്തകം വെളിപ്പാട് നൽകപ്പെട്ടത്. ഒന്നാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. ചരിത്രപരവും ആധികാരികമായ തെളിവുകളും ഇതിൻ്റെ ഗ്രന്ഥകാരൻ അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ എന്ന് ഉറപ്പാക്കുന്നു. 6. റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമിഷ്യന്റെ AD 81 96 ചക്രവർത്തിയായിരുന്ന ഡൊമിഷ്യന്റെ AD 81 96 ഭരണകാലത്തിൻ്റെ ഒടുവിൽ യോഹന്നാൻ വെളിപ്പാട് എഴുതിയതായി പോളികാർപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ പോളികാർപ്പിനെ പറ്റി ആർക്കെങ്കിലും അറിയാമോ? പോളികാർപ്പ് ആരായിരുന്നു എന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയില്ല. ഈ പോളികാർപ്പ് എന്ന മനുഷ്യൻ ഈ ഡൊമിഷ്യൻ ചക്രവർത്തി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഇദ്ദേഹമാണ്
യേശുക്രിസ്തുവിന് വേണ്ടി ഉത്തമ ഭടനായിട്ട് ആ കാലഘട്ടങ്ങളിൽ ഈ AD 81-96 കാലഘട്ടങ്ങളിൽ ആ കാലത്ത് ഡൊമിഷ്യനോട് എതിർത്ത് നിന്ന, അല്ലെങ്കിൽ ഡൊമിഷ്യൻ വച്ചിരുന്ന കൽപ്പനകൾക്ക് വിരോധമായി നിന്ന ഒരു മനുഷ്യനാണ് പോളികാർപ്പ്. സ്തോത്രം. അദ്ദേഹം യേശുക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ചു. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ അതായത് ഈ 7 സഭകൾ മാത്രമല്ല ആർസിയിലുള്ളത്, ഒത്തിരി സഭകളുണ്ടായിരുന്നു. ആ സഭകളെല്ലാം ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന, പാപം, വ്യഭിചാരം, വെറിക്കൂത്തുകൾ, അങ്ങനെ തുടങ്ങി ഭയങ്കര മ്ലേച്ഛമായ നിലയിൽ സഭകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഈ സഭകൾക്കകത്ത് നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പോളികാർപ്പ്. ഈ പോളികാർപ്പിനെ ഡൊമിഷ്യൻ ചക്രവർത്തി ആളയച്ച് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിട്ട് ബൈബിൾ എടുത്ത് പോളികാർപ്പിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ബൈബിളിൽ നിങ്ങൾ തുപ്പിയിട്ട് ഈ ദൈവത്തെ നിങ്ങൾ തള്ളിപ്പറയണം. പ്രൈസ് ദി ലോർഡ്. പോളികാർപ്പ് പറഞ്ഞിങ്ങനെയാണ്: എനിക്ക് ഇപ്പോൾ 82 വയസ്സായി. ഈ 82 വയസ്സിനകത്ത് എന്നെ ഈ ദൈവം ഇതുവരയ്ക്കും എന്നെ ശിക്ഷിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ആരെയും മുമ്പിൽ തലതാഴ്ത്തി പിടിക്കാനോ എന്നെ ഇടയാക്കിയില്ല. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ജീവൻ പോയാലും ഞാൻ ഈ ബൈബിൾ എന്ത് ചെയ്യില്ല, തുപ്പത്തില്ല, തള്ളിപ്പറയത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഡൊമിഷ്യൻ, നിങ്ങൾ തുപ്പണ്ട, നിങ്ങൾ തള്ളിപ്പറഞ്ഞാൽ മതി. ഒറ്റ വാക്ക്, ഈ ദൈവത്തെ ഞാൻ ഇനി ആരാധിക്കുന്നില്ല എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞതാണ്: എൻ്റെ ഈ സ്ഥിരയിൽ ഓടുന്ന രക്തം അത് നിലച്ചാലും, എൻ്റെ ശ്വാസം തീർന്നു പോയാലും ഞാൻ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. എനിക്ക് നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യാത്ത ഒരു ദൈവത്തെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, പോളികാർപ്പിനെ ജീവനോടെ നെറുക മുതൽ കാൽപാദം വരെ വാളുകൊണ്ട് വരഞ്ഞ് തൻ്റെ തോലിനെ ജീവനോടെ പൊളിച്ചു മാറ്റി അതിനെ കുന്തമുനയിൽ ചുറ്റി തെരുവിളക്കായി കത്തിച്ച് നിർത്തിയിട്ട് ഡൊമിഷ്യൻ അടുത്ത ഓർഡർ അദ്ദേഹത്തിൻ്റെ തലയെ വെട്ടിക്കളയാൻ. എന്നാൽ ആദ്യമേ വെട്ടിക്കൂടെ? ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ യഥാർത്ഥമായി നിന്ന ഒരു മനുഷ്യനാണ് പോളികാർപ്പ്. ഈ പോളികാർപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് ചില മനുഷ്യന്മാർ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ഡൊമിഷ്യൻ്റെ വാക്കുകൾക്ക് വിധേയപ്പെടാത്ത നിന്ന വേറെയും അഭിഷക്തന്മാർ ആ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കണം, ഈ ഡൊമിഷ്യൻ്റെ പിന്നാലെ നിന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ഈ പോളികാർപ്പിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ശ്രദ്ധിക്കണം, പോളികാർപ്പ് എന്ന മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത്. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണമേ, നമ്മുടെ കൂടെ വേറെ എത്ര പേർ ആരാധിച്ചാലും ഒരാളിനെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം. ഇന്നലെ അഭിഷക്തം പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചോന്ന് അറിയത്തില്ല, പിന്നെ ആ കാര്യം ചിന്തിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. മുളക്കൂട്ടങ്ങൾ. സ്തോത്രം. ഒരിക്കലും ഒരു മുളക്കൂട്ടത്തെ കാറ്റടിച്ച് മറിഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. പക്ഷേ പന, തെങ്ങ്, വിവിധ വൃക്ഷങ്ങൾ, വീടുകളൊക്കെ മറിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഒരു മുളക്കൂട്ടത്തെ ഒരിക്കലും ഒരു ശക്തിക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഒന്നിനോടൊന്ന് കോർത്തിരിക്കുക. ഈ മുള വെട്ടാൻ പോകുന്നവരെ അവർക്കറിയാം. ഒരു മുളയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടാണ്. അതിൻ്റെ ശിഖരങ്ങളെല്ലാം ചുറ്റിപ്പരഞ്ഞിരിക്കും. അതിന് ഭയങ്കര ശക്തിയേറിയ മുള്ളുകളുണ്ട്. ഇവിടെ മുളയുണ്ടായിരുന്നു. ഇതിനെ വെട്ടിമാറ്റാൻ പെട്ട പാടെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് വെട്ടിയാലും പിന്നെയും കിളിർത്തു വരും. ശ്രദ്ധിക്കണം, അതുപോലെ ആയിരിക്കണം ആരാ? ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് ഇയ്യോബ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അത് വെട്ടിക്കളഞ്ഞാലും പിന്നെന്ത് ചെയ്യും? അത് പിന്നെയും കിളിർത്തു വരുമെന്ന് ഇയ്യോബ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പോളികാർപ്പിനെ തലയെ വെട്ടിക്കളഞ്ഞിട്ട് പോലും ക്രിസ്ത്യാനികൾ അടങ്ങിയിരുന്നില്ല.
ആ കാലഘട്ടങ്ങളിൽ ശക്തമായി മുമ്പിലോട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തേക്കാൾ 10,000 മടങ്ങ് മുമ്പിൽ വന്നു പോളികാർപ്പിന്റെ അല്ലെങ്കിൽ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ. അദ്ദേഹമാണ് ഈ മനുഷ്യനെ യോഹന്നാനെ നാടുകടത്തപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. അപ്പോൾ ആ കാലഘട്ടം ഇന്നും എൻകൗണ്ടർ ഉണ്ട്. ഈ ഭൂമിയിൽ ഇന്നും കേരളത്തിൽ എന്തുണ്ട്? എൻകൗണ്ടർ ഉണ്ട്. പലരെയും എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ എൻകൗണ്ടറിൽ നമുക്ക് വേണ്ടത് നമ്മുടെ എൻകൗണ്ടർ സ്വർഗമായിരിക്കണം. നമ്മെ കർത്താവ് എൻകൗണ്ടർ ചെയ്താൽ എന്ത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ആത്മബലം ദൈവം നമുക്ക് തരും, ഉറപ്പായിട്ടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പോളികാർപ്പ് താൻ തികച്ചും ഒരു വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തികച്ചും, ആമേൻ, ഒരു വിശ്വസ്തനായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ വിശ്വസ്തന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്രത്തോളം ദൈവത്തിന് വിശ്വസ്തയോടെ നിൽക്കുമോ അത്രത്തോളം ദൈവം നിങ്ങൾ എന്ത് ചെയ്യും? മാനിക്കും. അതിനൊരു തെളിവാണ് ഈ പോളികാർപ്പ് എന്ന് പറയുന്നത്. ഞാൻ പല വേദികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പോളികാർപ്പിനെ കുറിച്ച്. അദ്ദേഹം അനുഭവിച്ച നരകയാതനയെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ നല്ല വ്യക്തിത്വമായ കാര്യങ്ങൾ നമുക്ക് പുറത്തെടുക്കാം. നമുക്കറിയാം ഒത്തിരി അഭക്തന്മാർ ഈ കേരളക്കരയിലുണ്ട്, ഇന്ത്യക്കകത്തുണ്ട്, ഈ കൊച്ചു നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. അവരെയൊക്കെ നമുക്ക് ചില ഭാഗത്തൊക്കെ എടുക്കാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ശുശ്രൂഷകൾ നമുക്ക് എടുക്കാം, അവരുടെ വ്യക്തിത്വമായ ചില ജീവിതങ്ങൾ നമുക്ക് പുറത്തെടുക്കാം. തെറ്റല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. സ്തോത്രം. അത് ഈ പുസ്തകത്തിനകത്ത് പോളികാർപ്പ് വ്യക്തമായി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവൻ പോയാലും എൻ്റെ ഈ സ്ഥിരകളിൽ ഓടുന്ന രക്തം നിലച്ചാലും ഇല്ല, ഞാൻ തള്ളി പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ മേൽ കർത്താവ് തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നമ്മൾ എഴുതി നിർത്തിയത് വെളിപ്പാട് എഴുതിയതായി പോളികാർപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഐറിനോസ് പ്രസ്താവിക്കുന്നു. ഐറിനോസ് പോളികാർപ്പിനെയും പോളികാർപ്പ് യോഹന്നാനെയും അറിഞ്ഞിരുന്നു. ഐറിനോസ് പോളികാർപ്പിനെയും പോളികാർപ്പ് യോഹന്നാനെയും അറിഞ്ഞിരുന്നു. അപ്പോൾ ഇവര് 3 പേരും ആരാ? കണക്റ്റിങ്. അപ്പം പോളികാർപ്പിന് ഐറിനോസിനെ അറിയാം. ഐറിനോസിൽ കൂടെ പോളികാർപ്പ് യോഹന്നാനെ കണ്ടിരുന്നു. അപ്പോൾ യോഹന്നാനെ ആർക്കറിയാം? പോളികാർപ്പിനറിയാം. ഈ ഐറിനോസ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ ഒരു പിൻഗാമി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഈ പോളികാർപ്പിൻ്റെ വാക്കുകളിൽ കൂടെ ഈ ഐറിനോസ് എന്ന വ്യക്തി യേശു ആരെന്ന് പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ഐറിനോസിനെ പിന്നെ കുറച്ച് കാലത്തിന് ശേഷം ഈ ഐറിനോസ് ഇതിനേക്കാളും കിരാതമായി കൊന്നുകളഞ്ഞു എന്ന് ചരിത്ര ഏടുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ആമേൻ. യോഹന്നാനെയും അറിഞ്ഞിരുന്നു. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഡൊമിഷ്യൻ്റെ ഭരണകാലത്തെ പ്രതികരിക്കുന്നു. കർത്താവും ദൈവവും എന്ന് തന്നെ സംബന്ധിച്ച്
ചെയ്യണമെന്ന് ചക്രവർത്തി രാജാവിനെ അധികാരത്തിന് മുൻപുള്ള മനസ്സുള്ള പ്രജകളും പ്രജകളിൽ ഒന്നാമൻ ഐറിനോസും യേശുവിനെ മാത്രം കർത്താവും ദൈവവും എന്ന് ഏറ്റുപറഞ്ഞിരിക്കുന്നു. യേശു മാത്രം കർത്താവും ദൈവവും എന്ന് ഏറ്റുപറഞ്ഞിരിക്കുന്നു. വിശ്വസ്തരായ ക്രിസ്ത്യാനികളും തമ്മിൽ നിശ്ചയമായും സംഘട്ടനം ഉണ്ടായിരിക്കണം. സ്വന്തം സാക്ഷ്യവചനവും മുഖാന്തരം വിശ്വാസികൾ കഠിന പീഡയിൽ കൂടെ കടന്നു പോകുന്നു. സമയത്താണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം. വാക്യങ്ങൾ 1:19 ഇങ്ങനെ പറയുന്നു: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. 1:19 നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. 2:10 മുതൽ 13 വരെ. 10 മുതൽ 13 വരെ. 6:9 മുതൽ 11 വരെ. 6:9 മുതൽ 11 വരെ. 7:14 മുതൽ 17 വരെ. 14 മുതൽ 17 വരെ. 11:7. 11:7. 12:11. 12:11 മുതൽ 17 വരെ. 17:6. 17:6. 18:24. 19:2. 19:2. 20:4. ഇത്രയുമാണ് ഇതിൻ്റെ പശ്ചാത്തലം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇത്രയും എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ പോളികാർപ്പ് ആരെന്ന് മനസ്സിലായി. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കൂടെ നിന്ന ആ വ്യക്തി യേശുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം,
ഇതിനകത്ത് യോഹന്നാന് കാണിച്ചു കൊടുത്ത വെളിപ്പാട്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്തുള്ള രാജാവ് ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്ന മനുഷ്യനായിരുന്നു, ഈ മനുഷ്യനും പോളികാർപ്പുമായിട്ടുള്ള ബന്ധം തീർന്നില്ല, പോളികാർപ്പും യോഹന്നാനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ പോളികാർപ്പിന് ആരെ അറിയാം? ഈ യോഹന്നാനെ നല്ലവണ്ണം അറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ആമേൻ. എൻ്റെ സങ്കല്പം ഇങ്ങനെയാണ്, ചിലപ്പോൾ ഈ പോളികാർപ്പ് ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് യോഹന്നാനും ഈ ശുശ്രൂഷയിൽ ആയിരുന്ന കാലഘട്ടമായിരിക്കാം. അങ്ങനെ യോഹന്നാനെ നാട് കടത്തുന്നത്. സ്തോത്രം. അപ്പോൾ നോക്കിക്കേ, ആമേൻ. ഈ 50 മൈൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തെക്ക് പടിഞ്ഞാറുള്ള ഈ ദ്വീപിലാണ്, പത്മോസ് എന്ന ഈ ദ്വീപിലാണ് ഈ മനുഷ്യനെ തള്ളപ്പെട്ടത്. സ്തോത്രം. ആമേൻ. ചിലരൊക്കെ നമ്മളെ തള്ളി മാറ്റി നിർത്തുന്നില്ലേ, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. വേറെ ആർക്കുമില്ലാത്ത. ഞാനിത് ചിന്തിക്കുന്നത്, ചിലപ്പോൾ 65 പുസ്തകങ്ങൾ കൊണ്ട് തീരേണ്ട പുസ്തകമായത്. ഈ യോഹന്നാനെ നാട് കടത്തിയില്ലായിരുന്നെങ്കിൽ ഈ പുതിയ നിയമം നമുക്ക് കിട്ടത്തില്ലായിരുന്നു. സ്തോത്രം. ആമേൻ. പണ്ട് കാലങ്ങളിലൊക്കെ ഈ കഥകൾ എഴുതുന്ന വ്യക്തികളൊക്കെ എങ്ങനെയെന്നറിയാമോ? വീട്ടിനകത്തല്ല ഇരുന്ന് എഴുതുന്നത്. അവരൊക്കെ വനവാസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ ശബ്ദമില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും അവർ പോയി എഴുതുന്നത്. ഞാൻ പലർക്കും കേട്ടിട്ടുണ്ട്. ശോധം. ഇന്നൊക്കെ മാറി. ഇന്നെല്ലാം വിരൽത്തുമ്പിലാണ്. ഒരു കവിത വേണമെങ്കിൽ വിരൽത്തുമ്പിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഏത് കവിത വേണോ, ഏത് കഥകൾ വേണമോ, ഏത് സ്റ്റോറി വേണമോ നമുക്ക് മൊബൈലിൽ കിട്ടും. സുലഭമാണ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അന്ന് മൊബൈൽ എന്താണെന്ന് നമുക്കറിയത്തില്ല, ഒരു TV എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയാണോ? ഇന്നെല്ലാം നമ്മളുടെ വിരൽത്തുമ്പിലാ. ഒരു വീട്ടിൽ 8ഉം 10ഉം ഫോണുണ്ട്. ആവശ്യത്തിനൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് അങ്ങനെയല്ല. അവരെല്ലാത്തിനും വില കൊടുത്തിരുന്നു. അന്നൊരു പേജ് എഴുതുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന, കുളിച്ചിട്ട് വന്നിരിക്കുന്ന ആ ഈറൻ അണിഞ്ഞിരിക്കുന്ന ആ തുണി എപ്പോഴാണോ ഉണങ്ങുന്നത് അപ്പോൾ നിർത്തും എഴുത്ത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഥ എഴുത്തുകാർ. അതല്ല ഈ ബൈബിൾ. സ്തോത്രം. എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും ഏറ്റവും വലിയ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിരിക്കുന്ന ഈ ബൈബിൾ. സ്തോത്രം. അപ്പോൾ പോളികാർപ്പ്, ഐറിനോസ്, യോഹന്നാൻ, ഇവർ 3 പേരും നിന്ന് ഈ യോഹന്നാനും പോളികാർപ്പും തമ്മിൽ പരിചയക്കാരായിരുന്നു. സ്തോത്രം. ഒരു വാക്യം വായിച്ചു മുമ്പിലോട്ട് പോകാം. 19-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 19:2 വായിക്കും. സ്തോത്രം. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ ചെന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയും. 19-ാമത്തെ അധ്യായം ബാബിലോണിന്റെ നാശത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. 19-ാം അധ്യായം ബാബിലോണിന്റെ നാശം, സ്വർഗത്തിൽ ആമേൻ കണ്ടതുമായിട്ടുള്ള ചില വെളിപ്പാടുകളാണ് ഇവിടെ. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ ഇന്ന് കുറച്ച് സമയങ്ങൾ ഞാൻ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ, ഇന്നത്തെ ഈ പശ്ചാത്തലങ്ങളും ഉദ്ദേശവും ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കണ്ട ഒരു ഏറ്റവും വലിയ ഒരു വെളിപ്പാട് ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. ആ കാലഘട്ടങ്ങളിൽ ഈ 7 സഭ മാത്രമല്ല കേട്ടോ, ആയിരക്കണക്കിന് സഭയുണ്ടായിരുന്നു. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ആയിരക്കണക്കിന് സഭകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് 17-ാമത്തെ അധ്യായവും 18-ാമത്തെ അധ്യായവും 19-ാം അധ്യായം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ആമേൻ വളരെ വ്യക്തമായി ആമേൻ ആ കാലഘട്ടങ്ങളിൽ മനുഷ്യരെ, പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി പാപം ചെയ്യുന്ന, സഹോദരിമാരെ വിലപേശി ആമേൻ അറവശാലയിലേക്ക് മാടുകൾ വാങ്ങുന്നത് പോലെ വിലപേശി വാങ്ങുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇപ്പോ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ കൃപായുഗത്തിനകത്ത് വന്നപ്പോൾ ഈ 19-ാം അധ്യായം നിറവേറി. സ്തോത്രം.
ഇത് ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്ന അധ്യായമാണ് 19-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ പാപത്തിന്റെ കുത്തഴുക്ക് ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ആമേൻ. കാരണം ദൈവമക്കൾ 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങിയിരുന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യരുത്. പുറത്തേക്ക് ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. പുറത്തേക്കൊന്ന് ഇറങ്ങണം. ഇറങ്ങി ദൈവസഭയ്ക്കകത്ത് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവജനത്തിനകത്ത് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തവും ശക്തവും സ്പഷ്ടവുമായി നിങ്ങൾ പഠിക്കണം വേദപുസ്തകത്തിനകത്ത് നിന്ന്. ആമേൻ. നോക്കിക്കേ, 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവപുത്രന്റെ വിജയവും 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 2 മൃഗങ്ങളെയും ആമേൻ അവിടെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 19-ാം അധ്യായത്തിൽ ആമേൻ കണ്ടോ, വളരെ വ്യക്തമായി അതിനകത്ത് വെളിപ്പെടുത്തുന്നു. എന്നാൽ 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 20-ന്റെ 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. അപ്പോൾ തന്നെ ആമേൻ 2-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. അതിൻ്റെ ചില കാര്യങ്ങൾ, ചില വചനം കൂടെ തരാം. 2-ാമത്തെ വാക്യത്തിനോട് ചേർന്ന് ചില വചനങ്ങൾ കൂടെ ഞാൻ തരാം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 17-ന്റെ 2, നേരത്തെ പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകം 17-ന്റെ 2-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 32-ന്റെ 43. ആവർത്തനം 32-ന്റെ 43. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ന്റെ 7. വെളിപ്പാട് 16-ന്റെ 6. വെളിപ്പാട് 6-ന്റെ 10. വെളിപ്പാട് 15-ന്റെ 3. വെളിപ്പാട് 16-ന്റെ 7. ഇത്രയും വാക്യമാണ് ആ 19-ന്റെ 2-ാമത്തെ വാക്യത്തോട് ചേർന്നുള്ള കുറിവാക്യങ്ങൾ. ഇനി 20-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. കണ്ടോ, കർത്താവിന്റെ നിമിത്തം, ദൈവസഭയ്ക്ക് നിമിത്തം, വിശുദ്ധിയിൽ നിന്നത് നിമിത്തം തല ഛേദിക്കപ്പെട്ടു. പാപം ചെയ്യാതിരുന്നവരെ അവയവങ്ങളെ വെട്ടി പീസാക്കിയെടുത്ത് തെരുവിലെ ചെന്നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുത്തു. ഗർഭിണികളെയും മുല കുടിക്കുന്നതും കുഞ്ഞുങ്ങളെ പോലും വിടാതെ നിലത്തടിച്ചു കൊന്നു. പല ന്യായവിധികളും നടന്നപ്പോഴും വിശുദ്ധന്മാരുടെ ആത്മാക്കളെ അതേപോലെ കാണിച്ചു കൊടുത്തു യോഹന്നാന്. ഒരു വെളിപ്പാടായി. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും ആമേൻ വിടർത്തി നിന്നു കഴിഞ്ഞാൽ നിന്നെക്കുറിച്ച് വെളിപ്പാട് കാണുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ. സ്തോത്രം. ഞാനത് ഇന്ന് രാത്രി അത് പറയുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യത്തിനും വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. കർത്താവ് വചനം എന്താ പറഞ്ഞത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിന് തൻ്റെ ദൂതന്മാരാണ് സേവക ആത്മാക്കൾ. നിനക്ക് ചുറ്റും ദൈവ പൈതലെ ദൂതന്മാരുണ്ട്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? സ്തോത്രം. നിനക്ക് ചുറ്റും ദൂതന്മാരുണ്ട്. ആമേൻ. അപ്പോഴും എനിക്ക് നിങ്ങൾക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ. മനുഷ്യരല്ലേ ദൈവദാസനെ, ദൈവമക്കളെ, മനുഷ്യരല്ലേ. പേടി വരും, ഭയമുണ്ട്. ഏലിയാവിൻ്റെ മേൽ പേടിയില്ലായിരുന്നോ? ഒരു സ്ത്രീയുടെ മുമ്പിൽ അവൻ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞില്ലേ? ചാവാൻ കിടന്നില്ലേ? ആകാശത്ത് തീ ഇറക്കിയവനാ, അത്ഭുതം ചെയ്തവനാ. മനസ്സൊന്ന് ഇടറിപ്പോയില്ലേ? കാലൊന്ന് ഇടറിപ്പോയില്ലേ? എന്താ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ? നിന്നെക്കുറിച്ച് വെളിപ്പാട് കാണുന്നൊരു ദൈവമുണ്ടെന്ന്. സ്വർഗത്തിൽ നിന്ന് സകല മഹിമയും പിടിഞ്ഞ് അവിടുത്തെ കിച്ചണിൽ നിന്ന് ആമേൻ അപ്പം ഉണ്ടാക്കി ചൂടുവെള്ളവും തുരുത്തിയിൽ കൊണ്ട് നേരെ എലിയാവിൻ്റെ അടുത്തിറങ്ങി വന്നിട്ട് പറയാം, മോനെ നീ ഒരു കാര്യം ചെയ്യ്, ഇത് കഴിച്ച് നിനക്ക് ഇനി യാത്ര ചെയ്യാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാറേബത്തിലേക്ക് പോകണം. അവിടെ ആമേൻ സ്തോത്രം. അവനൊരു മകനുണ്ട്. ആമേൻ. അവൻ അവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
ഇതുപോലെ ചില വെളിപ്പാട് കിട്ടി നിന്നെയും എന്നെയും പുറത്തിറക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന് കേട്ടോ. നീ വില കൊടുത്തതുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി. പലതും നീ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചത് കൊണ്ടാണ്. പലതും ദൈവത്തിന് വേണ്ടി നീ വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണ്. ഈ ലോകത്തിലെ മോഹങ്ങളൊക്കെ നീ വെടിഞ്ഞത് കൊണ്ടാണ്. ഈ ലോകത്തിലെ മോടികളൊക്കെ നീ വെടിഞ്ഞത് കൊണ്ടാണ് ദൈവം നിനക്കൊരു സാക്ഷ്യം പറയുന്നത്. യോഹന്നാനെ, സ്തോത്രം. കണ്ടോ, വിശുദ്ധിക്ക് ഇവിടെ നിന്നവരെ തല കട്ട് ചെയ്ത് കളഞ്ഞു. മാത്രമല്ല, നടുവേ കീറി, രണ്ട് കൈകളും മാറി, രണ്ട് കുതിരയിൽ കെട്ടി, രണ്ട് ദിശയിലേക്ക് ഒട്ടിച്ച് വലിച്ചു കീറി കളഞ്ഞു. പല കിരാതങ്ങളും അഴിച്ചുവിട്ടു. പക്ഷെ അവിടെ എല്ലാം ദൈവമക്കൾ നിന്നു കേട്ടോ. അവരെക്കുറിച്ച് ആ ഒരു സാക്ഷി ഇവിടെ വെളിപ്പാട് കാണുന്നത് യോഹന്നാൻ. അവരെ വെളിപ്പാടാണ് ഇവിടെ കാണുന്നത്. ഇന്ന് രാത്രി നിന്നെക്കുറിച്ച് വെളിപ്പാട് കാണാൻ സ്വർഗത്തിലെ ദൂതന്മാർക്ക് നിന്നോട് ദൂത് പറയാനുണ്ട്. സ്തോത്രം. ആലോചന പറയാനുണ്ടെന്നേ. ഇല്ലെങ്കിൽ ദൈവം നിന്നെ എന്നെ ഇവിടെ ഈ കഷ്ടതയെ കൂടെ കയറ്റിവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. 20-ാമത്തെ അധ്യായത്തിൻ്റെ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 4-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ തരാം. ദാനിയേലിൻ്റെ പുസ്തകം 7:9. ദാനിയേൽ 7:9. മത്തായി സുവിശേഷം 19:28. 19:28. ലൂക്ക 22:30. 22:30. വെളിപ്പാട് പുസ്തകം 3:21. 3:21. ദാനിയേൽ 7:21. ദാനിയേൽ 7:21. 1 കുരിന്തി 6:23. 6:2-3. 1 കുരിന്തി 6:2-3. വെളിപ്പാട് 6:9. വെളിപ്പാട് 13:12, 14, 16. വെളിപ്പാട് 13:12, 14, 16. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 19. 2 തീമോഥെയോസ് 2:11. വെളിപ്പാട് 20:6. 20:6, 5:10, 22:5. ദാനിയേൽ 7:18. മത്തായി 20:21 മുതൽ 27 വരെ. രണ്ട് തീമത്തി 2:11. സങ്കീർത്തനങ്ങൾ 45:16. ഇത്രയും വാക്യമാണ്. 5-6 വാക്യമല്ലേ ഉള്ളൂ. 4-ാമത്തെ വാക്യത്തോട് ചേർന്നുള്ള ചില ദൂതുകൾ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി തരണമെന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയേ, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മറഞ്ഞിരുന്നും മരിച്ചുപോയ അല്ലെങ്കിൽ ഛേദിക്കപ്പെട്ടവരുടെ വെളിപ്പാടാണ് യോഹന്നാൻ കാണുന്നത്. സ്തോത്രം. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ മേൽ എന്തില്ല? മുദ്രയൊന്നും അവരുടെ മേൽ ഇല്ല, പ്രയാസങ്ങളൊന്നുമില്ല. ഇന്നും ഞാൻ ഒരാളിനോട് പറഞ്ഞതാണ്, കർത്താവിന് സഭ എടുക്കപ്പെടേണ്ട സമയമായി. പ്രൈസ്. മണവാളം വരേണ്ട സമയമായി. മണവാട്ടി സഭ എടുക്കപ്പെടും ഉറപ്പായിട്ടും. ആമേൻ. അതിൻ്റെ വരവിന് തൊട്ട് മുൻപുള്ള കാര്യാദികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആമേൻ, നമ്മളിവിടെ വായിച്ച ആമേൻ അധ്യായങ്ങൾ 19:2, 20:4 ഇത്രയും നമ്മൾ വായിച്ചു. അടുത്ത് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. ഒന്ന്, ആർസിയിലെ പല സഭകളും
RCയിലെ പല സഭകളും പുതിയ നിയമ അപ്പോസ്തലിക സത്യത്തിൻ്റെയും പുതിയ നിയമ അപ്പോസ്തലിക സത്യത്തിൻ്റെയും നീതിയുടെയും നിലവാരത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിപ്പോയിരിക്കുന്നു. നമ്മൾ പറയാറില്ലേ, വ്യതിചലിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ നേരെയല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്, തെറ്റായ ദിശയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാറില്ലേ. എന്ന് 7 സഭകൾക്കുള്ള കത്തുകൾ വെളിപ്പെടുത്തുന്നു. കണ്ടോ? ഈ കത്തുകളൊക്കെ വെളിപ്പെടുത്തുന്നത് സഭ ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു, ഉപദേശങ്ങൾക്ക് നിന്ന് വ്യത്യാസമായി പോയിക്കൊണ്ടിരിക്കുന്നു, വേദപുസ്തകത്തിൻ്റെ അകത്ത് നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു, ഉപദേശങ്ങളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു, സുവിശേഷ സത്യങ്ങളിൽ നിന്ന്, വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്ന് സഭ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. വ്യക്തമായ ഉപദേശം സഭയ്ക്കകത്ത് വരുന്നില്ല, കർത്താവ് ചെയ്ത കാർമ്മിക ശുശ്രൂഷകൾക്ക് ഇന്ന് സഭയ്ക്കകത്തില്ല. ഇത്യാദി കത്തുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകം പറയുന്നു, ഇത് എന്താണ്? അവർക്ക് ചെറിയൊരു ലേഖനമാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇത് ചെറിയൊരു ലേഖന പുസ്തകമാണ്, ഒരു എഴുത്താണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവിടെ പറയുന്നത് 7 സഭകൾക്കുള്ള കത്തുകളിൽ വെളിപ്പെടുത്തുന്നു. അവർ പാപത്തോട് അടുത്തിരിക്കുന്നു. യോഹന്നാൻ ക്രിസ്തുവിന് വേണ്ടി ശാസിക്കുന്നു. മാനസാന്തരപ്പെട്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവീൻ. യോഹന്നാൻ സഭകളെ ഉപദേശിച്ചും പ്രബോധിപ്പിച്ചും കർത്താവിന് വേണ്ടി പോരാടുന്നു. അപ്പൊ നോക്കിക്കേ, യോഹന്നാൻ കണ്ട വെളിപ്പാടെന്ന് പറയുന്നത് സഭകൾ ഉപദേശത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, അവര് ഒത്തിരി സ്നേഹത്തിൽ നിന്ന്, ഞാനിങ്ങനെ പല അഭിഷക്തന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മുഴുത്ത മാനസാന്തരം 3 മാസമെന്ന്. അതുപോലെ സഭകൾ ഇങ്ങനെ ആരാധിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസം ഭയങ്കര തീയായിരിക്കും. അത് കഴിയുമ്പോൾ ഇതൊക്കെ കുറച്ച് അണഞ്ഞ് പിന്നെ പുകയും ഇല്ല, തീയും ഇല്ല, ചാരവും ഇല്ല, ഒന്നുമില്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങി കെട്ടിയിരിക്കും. ഇത് പാടില്ല എന്നാണ് യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. സഭ മേൽക്കുമേൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കേവലം ഒരു പാട്ട് പാടുമ്പോൾ അല്ല ശക്തി വരേണ്ടത്. നമുക്ക് ശക്തിയല്ല വേണ്ടത്, പിന്നെ എന്താ വേണ്ടത്? നമുക്ക് ശക്തിയാണോ വേണ്ടത്? പറഞ്ഞേ, നമുക്ക് വേണ്ടത് ശക്തിയാണോ? ശക്തി വേണം. എത്ര ശക്തി വേണമെന്ന് തീരുമാനമുണ്ട്? എനിക്ക് ശക്തി മാത്രം മതി എന്ന് പറഞ്ഞാൽ ശക്തി നമുക്ക് വേണ്ട. നമുക്ക് ശക്തിയല്ല വേണ്ടത്, നമുക്ക് കർത്താവിനെയാണ് വേണ്ടത്. സ്തോത്രം. കർത്താവ് നമ്മുടെ കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്.
അതല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം, നമ്മൾ എന്ത് ചെയ്യും? ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ എന്ത് ചെയ്യും? മതിൽ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ സാന്നിധ്യം. കർത്താവ് നമ്മുടെ കൂടെ വേണ്ടത്. കർത്താവ് കൂടെ ഉള്ളവൻ പ്രശ്നമുള്ളവനാ. ആമേൻ. കർത്താവിനെ കൂടെ കൊണ്ടുവരുന്ന പ്രശ്നമാണ്. ആമേൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഭിഷേകം പ്രാപിച്ച നമ്മുടെ അന്യഭാഷ അടയാളത്തോട് അഭിഷേകം പ്രാപിച്ച കൃപയിൽ നിൽക്കുന്ന നമ്മുടെ ലിറ്റി, സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ, ഇത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കൊണ്ട് നടക്കാനാ പാട്. ആമേൻ. അഭിഷേകം പ്രാപിച്ചവർക്ക് ഇത് കൊണ്ട് നടക്കാനാ പാട്. എന്ന് ആത്മാവ് ദാവീദിന്റെ മേൽ വന്നോ അന്ന് ഗോലിയാത്തും ശൗലും ഒരുപോലെ എണീറ്റു. സ്തോത്രം. ഇന്നലെ വരെ മിണ്ടിക്കൊണ്ടിരുന്നവൻ അവന് ശത്രുവായി. ഇന്നലെ വരെ തോളി കൈയിട്ടിടന്നവൻ അവനെ കൊല്ലാൻ നടന്നു. സ്തോത്രം. ഇന്നലെ വരെ അവന് നേരെ, ആമേൻ, സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ കൊടുത്തവൻ അവനെതിരെ കത്തിയെടുക്കാൻ തുടങ്ങി. എന്തെന്നറിയാം ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്നറിയാമോ? എന്താണ് ഇതിൻ്റെ പ്രശ്നം? അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ടാണ്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വായിക്കണ്ട. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയ്ക്ക് അയക്കും. അപ്പം നമുക്ക് വേണ്ട കാര്യസ്ഥനാണ്. കാര്യസ്ഥനെന്നാണ് നമുക്ക് ആളിനെ വേണ്ടത്, വ്യക്തിയെ വേണ്ടത്, അല്ല ശക്തിയല്ല വേണ്ടത്. ആമേൻ. സ്തോത്രം. സത്തല്ല വേണ്ടത്, ഗുണമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, വ്യക്തിക്ക് വേണ്ടി. കർത്താവ് ഇത് എൻ്റെ കൂടെ. എലിശയെ പറഞ്ഞെന്താ? നിങ്ങളിരിക്കുന്ന സ്ഥലം ഇടുക്കവും ഞെരുക്കവും ആകെ നിങ്ങൾ എന്ത് ചെയ്യണം? പോയി ഒരു മരം വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഓരോരുത്തരും ഓരോ മരം, അല്ലേ? അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യണം? വരണം. അല്ലാതെ അതിൻ്റെ സാന്നിധ്യം വരാനല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ, ദൈവപുരുഷനെ അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം. അപ്പോൾ ഇതുപോലെ കർത്താവ്, നീ എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ നടക്കണം, എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു നോക്കിയേ. ഇന്ന് മുതൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ. പലപ്പോഴും ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വണ്ടിയിൽ പലപ്പോഴും ആൾക്കാർ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. എൻ്റെ വാഹനത്തിൽ നിറച്ച ആൾക്കാരിരിക്കുമ്പോഴുള്ള ഫീലിംഗ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ആരെന്നറിയാമോ? ദൈവം നമ്മുടെ കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോഴാണ് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ദൈവ ശബ്ദമായി മാറുന്നത്. നമ്മൾ പറയുന്ന വാക്ക് എങ്ങനെ മാറും? ദൈവത്തിൻ്റെ ശബ്ദമായി, ദൈവത്തിൻ്റെ നാവായി, ദൈവത്തിൻ്റെ പ്രവൃത്തിയായി പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഇത്, ആമേൻ, സ്തോത്രം, മനുഷ്യൻ്റെ ശക്തിയല്ല, ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് നമ്മളുടെ മേൽ വരണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം നമ്മൾ ഇവിടെ ഇതിങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏതുവഴി എഴുതി? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ എവിടെ നിന്നാണ് തിരിഞ്ഞത്? ഒന്നാം ഭാഗം തീർന്നു. ഒന്നാമത്തെ ഭാഗം നമ്മൾ തീർന്നു. 2. ഡൊമിഷ്യൻ സ്വയം ദൈവവുമായി പ്രഖ്യാപിച്ചു. കേൾക്കാമോ? കേൾക്കാൻ ബുദ്ധിമുട്ടാണ്, നന്നായിട്ട് വ്യക്തമാവുന്നില്ല. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യ്, ശരിയാവും. 1 മിനിറ്റ്. കേൾക്കാമോ? ചിലപ്പോഴൊക്കെ ഹർത്താലായി പോയി. പ്രൈസ് ദി ലോർഡ്. ഡൊമിഷ്യൻ സ്വയം ദൈവമായി പ്രഖ്യാപിച്ചു. ഡൊമിഷ്യൻ സ്വയം ദൈവമായി പ്രഖ്യാപിച്ചു. നമുക്കറിയാം, സ്വയം ദൈവമായി പ്രഖ്യാപിച്ച എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ടല്ലേ? സ്വയം ദൈവമായി, അല്ലേ? ഒത്തിരി പേരുണ്ട്. പേരെടുത്ത് പറയുന്നില്ല, റെക്കോർഡിംഗ് ആയതുകൊണ്ട്. ഒത്തിരി പേര് ദൈവമായി പ്രഖ്യാപിച്ചു. സ്വയം ആൾ ദൈവങ്ങൾ, കുറച്ച് പറഞ്ഞാൽ വ്യക്തമായി മനുഷ്യ ദൈവങ്ങൾ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഫോട്ടോയിൽ മാലയിട്ട് വിളക്ക് കത്തിക്കുന്ന
ഭവനങ്ങൾ ആയിരക്കണക്കിനുണ്ട്. കണ്ടവരുണ്ടോ ഇതിനകത്ത്? കണ്ടവർ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും വീട്ടിനകത്ത്? ഞാൻ ഇനി കാണുമ്പോ വീട്ടിന്റെ ഫോട്ടോ എടുത്തു തരാം. മരിച്ചുപോയ ദൈവദാസന്മാരെ ഫോട്ടോകൾ വീട്ടിൽ വച്ച് പൂമാലയിട്ട് തിരികെത്തിക്കുന്ന ഇന്നും 1000 കുടുംബങ്ങളുണ്ട്, ആയിരങ്ങൾക്കപ്പുറം. അങ്ങനെ ഡൊമിഷ്യൻ ചക്രവർത്തി എന്ത് ചെയ്തു? ദൈവമായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചത് മുഖാന്തരം ഉളവായ പീഡയുടെ വെളിച്ചത്തിൽ സഭകളുടെ വിശ്വാസത്തെയും തീരുമാനത്തെയും യേശുക്രിസ്തുവിലുള്ള ഭക്തിയെയും ഉറപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് സഭകൾക്ക് ഈ വെളിപ്പാട് നൽകിയത്. പരിശോധനകളിൽ ജയാളിയായി മരണം വരെ വിശ്വസ്തരായി നിലനിൽക്കുവാൻ അവരെ പ്രബോധിപ്പിക്കുന്നു. ആരെ? ഈ 7 സഭകളെ. അപ്പൊ നോക്കിക്കോളേ, ഇതിനകത്ത് ഒന്ന് ഈ പീഡ വരുമ്പോ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സഭയ്ക്കകത്ത് ഇപ്പൊ നമുക്ക് സഭകളുണ്ടല്ലോ, ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആണ് പ്രാർത്ഥിക്കുന്നത്. ഉടനെ ഒരു ഉപവാസം പ്രഖ്യാപിക്കും. അന്ന് വരെ ഇല്ലാത്ത പ്രാർത്ഥന, അന്ന് വരെ ഇല്ലാത്ത കണ്ണുനീര്, അന്ന് വരെ ഇല്ലാത്ത മാറത്തടി, മുട്ടുമേ നിൽക്കുക, കരയുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഇതെല്ലാം നേരത്തെ സംഭവിച്ചതാ. ഇതൊക്കെ ഡൊമിഷ്യന്റെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം തന്നെ ദൈവമായി പ്രഖ്യാപിച്ചപ്പോ തന്നെ ഇതിനകത്ത് ദൈവജനത്തിന് വിരോധമായി പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ, ഡൊമിഷ്യൻ ദൈവമായി പ്രഖ്യാപിക്കുമ്പോൾ സഭകൾക്ക് അകത്തിരിക്കുന്ന വിശ്വാസത്തെ പുറത്തെടുത്തു. അവരും ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് അവരും ദൈവമായിട്ട് എത്രത്തോളം ബന്ധത്തിൽ നിൽക്കുന്നു എന്ന്, സഭ എത്രത്തോളം അടിസ്ഥാനത്തിൽ നിൽക്കുന്നു, സഭയ്ക്കകത്ത് ഉപദേശം കറക്റ്റായി പോകുന്നുണ്ടോ? ഉപദേശമുള്ളവനൊന്നും വീഴത്തില്ല. അവന്റെ പിന്നാലെ ശത്രുവുണ്ട് വീഴ്ത്താൻ. പ്രൈസ് ദി ലോർഡ്. ആര് നിൽക്കുമോ അവരെ വീഴ്ത്താൻ ശത്രു പുറകേ ഉണ്ട്, അപവാദിയായ ശത്രു. ആമേൻ. നിസ്സാരക്കാരന്മാരെയൊന്നും ദൈവത്തിന്, ആ പിശാചിന് വേണ്ട. ആമേൻ. ഇന്ന് ജ്വലിച്ച് നിൽക്കുന്നവരെ വീഴ്ത്താൻ ആ ശത്രു മുമ്പിലോട്ട് വരുന്നേ. അത് ഈ സഭയിൽ ഉണ്ടായിരുന്നു, ഈ 7 സഭകൾക്കകത്ത്. സ്തോത്രം. അതാണ് നിലനിൽക്കുവാൻ അവരെ പ്രബോധിപ്പിക്കുന്നു ഈ കത്തിൽ കൂടെ. 3, എല്ലാ തലമുറകളിലുമുള്ള
ദൈവജനം, എല്ലാ തലമുറകളിലുമുള്ള ദൈവജനം സാത്താനുമായുള്ള പോരാട്ടത്തിൽ ചരിത്രത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചും പ്രബോധിപ്പിക്കുന്നവരാകണം എന്നതും ഈ പുസ്തകത്തിന്റെ ഉദ്ദേശമാണ്. വിശേഷ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനും തൊട്ടു മുൻപേയുള്ള 7 വർഷത്തെ അത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ നിലപാട് ശരിയായിരിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ നിലപാട് ശരിയായിരിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. സാത്താന്റെ രാജ്യത്തിന്റെ മേൽ ദൈവക്രോധം പകരപ്പെടും. അപ്പോൾ കർത്താവിന്റെ രണ്ടാം വരവ് സംഭവിക്കും. അപ്പോൾ കർത്താവിന്റെ രണ്ടാം വരവ് സംഭവിക്കും. ഇത്രയുമാണ് ഈ 3 നമ്പറാണ് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം. ഒന്ന്, സഭകൾക്ക് 2 നിമിഷം തന്നെ രാജാവായി മുമ്പിലോട്ട് വരുന്നു. അത് വെളിപ്പാടാൽ കാണുന്ന യോഹന്നാൻ അപ്പോസ്തലൻ സഭകൾക്ക് കൊടുക്കുന്ന പ്രബോധനം, വിശുദ്ധന്മാരെ പുറത്തെടുക്കുന്നു, സഭകൾക്ക് നേരെ നിൽക്കുന്ന ചില വെല്ലുവിളികൾ, സഭകൾക്ക് നേരെ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും കൊണ്ട് സഭ ഒരിക്കലും തളർന്നു പോകത്തില്ല എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഉറപ്പായിട്ടും താൻ വെളിപ്പെടുത്തുകയാണ്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ ഒന്ന് വായിക്കാമോ? 6-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ ഒന്ന് വായിക്കാമോ? അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും
തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്മേൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം 6 മുദ്രകളാണ് ഓരോരുത്തനായി പൊട്ടിച്ചു. 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ തീർത്തുള്ള 17 വാക്യം വായിക്കുമ്പോൾ 6 മുദ്രകളാണ് അവിടെ കാണുന്നത്. ഈ 6 മുദ്രകളും നമുക്ക് ഈ പുസ്തകത്തിൽ കാണുമ്പോൾ ഈ നിർത്തിയ ഉദ്ദേശം നമ്മൾ എഴുതി നിർത്തുമ്പോൾ തന്നെ അവിടെ പറയുന്നത് അപ്പോഴ് കർത്താവിന്റെ വരവ് എന്ത് ചെയ്യും, സംഭവിക്കുമെന്നാണ് പുസ്തകം നമ്മെ വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കണം, കർത്താവ് വരുമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വരും എന്ന് 2ാം വരവുകൾ നമ്മൾ ഒത്തിരി കേട്ടതാണ്. വ്യത്യസ്തമായ തലത്തിലൊക്കെ കർത്താവ് 2ാം വരവിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ അടിക്കുമ്പോൾ 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് പാസ്റ്റർമാര് കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ, അതിന്റെ മാപ്പ് ഉൾപ്പെടെ പ്രൊജക്ടറിൽ കാണിച്ചു പഠിപ്പിക്കുന്നവരുണ്ട്. ആമേൻ. എന്നാൽ പ്രാണകാന്തന്റെ വരവ് ആസന്നമായിട്ടുണ്ട്. നമുക്കറിയാം 6-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ ആമേൻ ആ 3 വാക്യങ്ങൾക്കകത്ത് നിൽക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ തരാം. ചില ദൂതുകൾ അല്ലെങ്കിൽ ചില വെളിപ്പാടുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്ന് കമ്പി വാചകത്തിൽ പെട്ടെന്നൊന്ന് എഴുതിക്കോളും വാക്യങ്ങൾ. ആമേൻ. 6-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെയുള്ള ചില വാക്യങ്ങൾ. ആമേൻ. വെളിപ്പാട് പുസ്തകം 1:9. വെളിപ്പാട് 1:9. വെളിപ്പാട് 1:2. വെളിപ്പാട് 1:2. 20:4. 20:4. 14:18. 14:18. 16:7. ആവർത്തനം 32:24. ആവർത്തനം 32:24. ലേവ്യ 26:22. ലേവ്യ 26:22. യെഹെസ്കേൽ 14:21. യെഹെസ്കേൽ 14:21. വെളിപ്പാട് 3:7. 3:10. സങ്കീർത്തനം 94:3. സംഖ്യാപുസ്തകം 1:12. വെളിപ്പാട് 11:18. 19:2. സങ്കീർത്തനം 79:10. 119:84. ലൂക്ക 18:7-8. വെളിപ്പാട് 3:4. 5. 7:9. എബ്രായലേഖനം 11:40. എബ്രായർ 11:40. ഉൽപ്പത്തി 15:16. വെളിപ്പാട് 14:13. ഇത്രയും വാക്യമാണ് 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യത്തിന്റെ ഒരു വാക്യങ്ങൾ. 5-6 വാക്യമല്ലേ ഉള്ളൂ. ഇനി 7-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 17 വരെ വായിക്കാമോ? 7-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 3 വാക്യം 17 വരെ.
യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അരക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. കണ്ടോ, എത്ര അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഈ വാക്യങ്ങളെല്ലാം വായിക്കണം കേട്ടോ, പ്ലീസ്. എല്ലാവരും ഈ വാക്യങ്ങൾ വായിക്കണേ. ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വായിക്കണം. ഭയങ്കര ദൂതുകൾ അടങ്ങിയിരിക്കുന്നത് കണ്ടോ. 17-ാമത്തെ വാക്യത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആമേൻ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയുകയും ചെയ്യും. എല്ലാം തുടച്ചു കളയും, ശകലം പോലും ബാക്കി വയ്ക്കില്ല. ഇന്ന് നീ കരയണ്ട. യേശു എന്താ പറഞ്ഞേ? നീ ഇനി എന്ത് ചെയ്യണ്ട? കരയണ്ട. കരഞ്ഞത് മതി. കുറെ വർഷങ്ങളോട് കരയല്ലേ. ഇന്ന് നീ കരയണ്ട. കണ്ണീരെല്ലാം അങ്ങ് തുടച്ചിട്ടു. എത്ര ഭാഗ്യമല്ലേ ആ ആണിയാൽ തുളയ്ക്കപ്പെട്ട കരം നമ്മുടെ മുഖത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ. അത് അനുഭവിച്ചവർക്കായി സ്തോത്രം. ആമേൻ. അത് ഭയങ്കരമാണ് കേട്ടോ. കർത്താവ് നമ്മെ കണ്ണീരുടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൈക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു പദവിയായിട്ട് കണക്കാക്കുക. അതാണ് ദൈവത്തിന്റെ പ്ലാൻ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് തുടച്ചു മാറ്റുക. അതാ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയും. സ്തോത്രം. എല്ലാം തുടച്ചു മാറ്റും. ഈ ആമേൻ നമ്മള് ഈ 14-ാമത്തെ വാക്യം മുതൽ നമ്മൾ 17 വരെ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ഓരോ വാക്യത്തിനകത്തും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും കമ്പിവാചകത്തിൽ 14-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ ഉള്ള ഒരു 3-4 വാക്യങ്ങൾ തരാം. നിങ്ങൾ എഴുതിയെടുത്തോളം. മാത്രമല്ല നിങ്ങൾ വായിക്കുകയും ചെയ്യണം. 2-3 വാക്യങ്ങളെ ഉള്ളൂ, പറഞ്ഞുതരാം. മത്തായി സുവിശേഷം 24-ന്റെ 21, 24-ന്റെ 21, 14-ാമത്തെ വാക്യം മുതൽ താഴോട്ടാണ്. വെളിപ്പാട് 1-ന്റെ 6, 22-ന്റെ 14, യെശയ്യാവ് 1-ന്റെ 18, സെക്രിയാവ് 3-ന്റെ 3 മുതൽ 5 വരെ, ദാനിയേൽ 12-ന്റെ 10, യോഹന്നാൻ 1-ന്റെ 7, വെളിപ്പാട് 22-3, 21-3, എഹെസ്കേൽ 37-ന്റെ 27, യോഹന്നാൻ 1-ന്റെ 14, യെശയ്യാവ് 4 അതിന്റെ 5-ഉം 6, 49-ന്റെ 10 യെശയ്യാവ്, സങ്കീർത്തനം 12-ന്റെ 16, സങ്കീർത്തനം 121-ന്റെ 6, സങ്കീർത്തനം 23-ന്റെ 1-ഉം 2-ഉം, മത്തായി 2-ന്റെ 6, യോഹന്നാൻ 10-11, വെളിപ്പാട് 22-1, സങ്കീർത്തനം 36-ന്റെ 8-9, യോഹന്നാൻ 4-14, വെളിപ്പാട് 21-4, യെശയ്യാവ് 25-8. യെശയ്യാവ് 25-8 ഒന്ന് വായിക്കാമോ? ഇത്രയുമാണ് ഈ 14-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെയുള്ള ഒരു 3-4 വാക്യങ്ങൾ. നിങ്ങൾ വായിച്ച് ധ്യാനിക്കുക, പഠിക്കുക.
യെശയ്യാവ് 25:8 അവിടെ ഒരു കണ്ണീർ തുടയ്ക്കുന്ന ഒരു ആലോചനയുണ്ട്. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജലത്തിന് നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. കണ്ടോ, ഒന്ന് മരണത്തെ കർത്താവ് സദാകാലത്തേക്ക് നീക്കും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സകല മുഖങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? കണ്ണുനീരിനെ തുടയ്ക്കും, പ്രായവ്യത്യാസമില്ലാതെ. ഏത് സമയത്തും നമ്മോട് അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു മഹാരാജാവായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ തന്നെ നമ്മെ നടത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് ഓരോ ദിവസവും ധ്യാനിക്കണം. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ അപ്പൊ നമുക്ക് ഇനി ഇന്ന് പഠിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ആമേ, സ്തോത്രം. ഉദ്ദേശം പഠിച്ചു അല്ലേ? തീർന്നല്ലോ. നമുക്ക് ഇനി പഠിക്കാനുള്ളത് വെളിപ്പാട് പുസ്തക അവലോകനമാണ് നമുക്ക് പഠിക്കാനുള്ളത്, എഴുതാനുള്ളത്. അതൊരു ഒത്തിരി ഉണ്ട്, അവലോകനമുണ്ട്, പ്രൈസ് ദി ലോർഡ്, പ്രത്യേകതകളുണ്ട്. ആമേ, സ്തോത്രം. വിഷയ വിഭജനമുണ്ട്. ഇത്രയും ഉണ്ട് നമുക്കുണ്ട്. വെളിപ്പാട് പുസ്തക വ്യാഖ്യാനമുണ്ട്, അതും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ വ്യാഖ്യാനം കൂടെ ഇതിനകത്ത്. ഇനിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാര്യങ്ങൾ